വില വ്യത്യാസമുണ്ട്. കാരണം ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്നൊരു അട്രാക്റ്റീവാണ്. ഇതൊരു മോഹത്തിന് വേണ്ടി നമ്മൾ നട്ടു വളർത്തുന്ന ഒരു സാധനമാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഓർഗാനിക് കേരളത്തിൻ്റെ ഈ ആഴ്ചയിലെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ നമ്മൾ വഴുതന എങ്ങനെയാണ് പ്രൂൺ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഏകദേശം ഒരു 365 ദിവസം നിങ്ങൾക്ക് വഴുതന വിളവെടുക്കാവുന്ന രീതിയിൽ ഒരു മദർ പ്ലാന്റിൽ നിന്ന് പ്രൂൺ ചെയ്തിട്ട് വഴുതന എല്ലാ ദിവസവും വിളവെടുക്കുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. നമ്മൾ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതുപോലെ എങ്ങനെയാണ് വെണ്ടയെ പ്രൂൺ ചെയ്യുന്നത് എന്നാണ്. വെണ്ട പ്രൂൺ ചെയ്തിട്ട് സ്ഥിരമായിട്ട് നമുക്ക് അതിൽ നിന്ന് വിളവ് ലഭിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമുക്ക് ഈ ആഴ്ചയിലെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിൽ നമുക്ക് വഴുതന പറഞ്ഞു തന്നതുപോലെ തന്നെ ശശികല ചേച്ചി, പാലക്കാടുള്ള ശശികല ചേച്ചി തന്നെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ വിവരം പറഞ്ഞു തരുന്നത്. വളരെ വിശദമായിട്ട് ശശികല ചേച്ചി ഇത് പറഞ്ഞു തരുന്നുണ്ട്, വളരെ എളുപ്പത്തിലും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കൂടി കാണുക. നമുക്ക് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി കൂടെ ഉണ്ടാവുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ശശികല ചേച്ചിയോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ, എങ്ങനെയാണ് വെണ്ട പ്രൂൺ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ശശികല ചേച്ചി, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് നമ്മൾ കാണിക്കുന്നത്? നമുക്ക് വെണ്ട എങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്താം, അല്ലെങ്കിൽ 3 വർഷത്തോളം ഒരു വെണ്ട അതിൽ നിന്ന് എങ്ങനെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കും. അതെ. അപ്പോൾ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം നമ്മൾ വഴുതന ചെയ്തിരുന്നു. അത് വഴുതന 4 വർഷം നിൽക്കുകയായിരുന്നു. അതെ. വെണ്ടയെ സംബന്ധിച്ച് വെണ്ട 3 വർഷം വരെയാണോ? അത്രേ ഉള്ളൂ. വെണ്ടയ്ക്ക് ആയുസ് കുറവാണ്. ഇതൊരു 3 വർഷം വരെയൊക്കെ നമുക്ക് വെണ്ട നിർത്താൻ പറ്റുള്ളൂ. അതും നമ്മൾ വളരെ നല്ല രീതിയിൽ വെണ്ട പരിചരിക്കണം. കാരണം ഇതൊരു 3 വർഷമായ വെണ്ടയാണ്. 3 വർഷമായതാണ്. സാധാരണ മരവെണ്ടയൊക്കെയാണ് ഇത്രയും വലുപ്പത്തിൽ നല്ല ഇതിൽ പോവാറ്. അല്ല, ഇത് ആനക്കൊമ്പൻ വെണ്ട വരും. അതെ, ഇതിന്റെ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തണ്ട് പെട്ടെന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകും. വല്ല പച്ചിലപ്പാമ്പോ അല്ലെങ്കിൽ പെരുമ്പാമ്പോ വല്ലോ ആണോ എന്ന് തോന്നും നമുക്ക്. അത്രയും വണ്ണത്തിൽ അതിന്റെ മുകളിൽ പാമ്പിന്റെ ശരീരത്തിൽ വരുന്ന ഡിസൈൻ പോലെ. ഇത് പാമ്പിന്റെ ശരീരത്തിൽ വരുന്ന പോലെ റിസൾട്ട് ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും ആ തണ്ടില്. അങ്ങനെ ഇത്രയും വലുപ്പത്തില് നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. ഇത് ഒരു വെണ്ടയ്ക്ക തന്നെ വലുപ്പമുണ്ട്, പക്ഷെ ഇത് മൂത്തിട്ടില്ല. പിഞ്ച് വെണ്ടയ്ക്കാണ്. ഇതാ ഇവിടെയുണ്ട്, നമുക്കത് കാണാം. ഇതാ ഞാൻ ഇന്ന് എന്തായാലും ഇതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു വെണ്ടയ്ക്ക രതീഷിന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറിച്ചു തരാം. അപ്പോൾ അല്ല, ഇത് പിഞ്ചാണ്, വളരെ പിഞ്ച് വെണ്ടയ്ക്കാണ്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ തലപ്പൊടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെ ഇത് കണ്ടോ, അപ്പോൾ വളരെ പിഞ്ചാണ്. അപ്പോൾ ഇത് പച്ചയ്ക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ, കാരണം ഇതിനകത്ത് പുഴുവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ വളരെ നല്ല വെണ്ടയ്ക്കാണ്. നമുക്കിത് ഇതും ഇതേപോലെ തന്നെ ഒരു ദിവസം ഇതിൽ നിന്നൊരു 6-7 വെണ്ടയ്ക്കൊക്കെ നമുക്ക് കിട്ടും ഒരു ദിവസം. കാരണം ഇതിൽ ഇത്രയധികം ബ്രാഞ്ചസ് ഉണ്ട്. മിനിമം ഒരു 3-4 പൂവൊക്കെ. ഇതാ ഇപ്പോൾ ഇവിടെ ഒരു ഇത് നോക്കിയാൽ കാണാം. ഇത് കണ്ട, ഇവിടെ ഒരു പൂവുണ്ട്. ഇതാ ആ ബ്രാഞ്ചിലൊരു പൂവുണ്ട്, അതിൻ്റെ അങ്ങേ ഭാഗത്തൊരു പൂവുണ്ട്. അപ്പോൾ ഒരു 3 പൂ 4 പൂ ഓരോ ബ്രാഞ്ചിലും ഒരു എന്നും ഉണ്ടാകും. അപ്പം നമുക്ക് 1-3 ദിവസങ്ങളിൽ നമുക്ക് വെണ്ടയ്ക്ക വിളവെടുക്കാൻ പറ്റും. ഓരോ ദിവസം ഇന്ന് വെണ്ടയ്ക്ക പറിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മറ്റന്നാൾ വെണ്ടയ്ക്ക പറിച്ചിരിക്കണം, അല്ലെങ്കിൽ വെണ്ടയ്ക്ക അതിൽ നിന്ന് മൂത്ത് പോകും. ഇത് ചെയ്യുമ്പോഴേ നമുക്ക് എങ്ങനെയാണ് വെണ്ടയുടെ വിത്ത് മുളപ്പിക്കുന്നത് മുതൽ നമ്മൾ ഈ വെണ്ടനെ ഈ ഒരു നിലയിലേക്ക് പരിചരണം എന്താണ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഈ വെണ്ടയുടെ ഇതിപ്പോൾ 1 വർഷമായ വെണ്ടയാണ്. അപ്പം നമുക്ക് ഇത് നമ്മുടെ ഈ കായ ഉണ്ടല്ലോ, ഈ കായ നമ്മൾ വിത്തിന് നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ കായ അങ്ങോട്ട് നല്ലപോലെ മൂത്ത് പഴുത്ത് വരുമ്പോൾ ഇതേന്ന് നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നിഴലത്ത് വെച്ച് ഉണക്കും. എന്നിട്ട് വെണ്ടയ്ക്ക നമ്മൾ പൊളിക്കില്ല. വെണ്ടയ്ക്ക പൊളിക്കാതെ ഉണക്കി അതേപടി ഒരു മൺകലത്തിനകത്ത് ചാരത്തിനകത്ത് ഇത് പൂഴ്ത്തി വെക്കും. അതിനകത്ത് ചാരത്തിനകത്ത് വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറവൻ തുളയ്ക്കാതിരിക്കും. വിത്ത് ഉറവൻ പ്രാണികൾ. അതെ, മൺകലത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പണ്ട് കാലം മുതലേ തന്നെ വിത്ത് സൂക്ഷിച്ചിരുന്നത് മൺകലങ്ങളിൽ തന്നെയാണ്. അപ്പൊ അതൊരു പരമ്പരാഗത രീതി ആയതുകൊണ്ട് അതിൽ നമ്മൾ ഇപ്പം ഞാനൊക്കെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പ് കത്തിക്കുന്ന കാര്യം പറഞ്ഞതുപോലെ അടുപ്പ് കത്തിച്ച് മൺചട്ടിയിൽ ചോറ് വയ്ക്കും, മൺചട്ടിയിൽ കറി വയ്ക്കും. അതുപോലെ ചിരട്ടത്തവി ഉപയോഗിച്ച് നമ്മൾ കറി വിളമ്പുന്നത്. അപ്പൊ എന്ന രീതിയിൽ അതേ നമ്മളുടെ വിത്ത് സൂക്ഷിക്കുന്നതും. അപ്പൊ ചാരത്തിനകത്ത് നമ്മൾ വിത്തിട്ട് വെച്ചിരുന്നിട്ട് മഴ സീസണിലാണ് നമ്മൾ വെണ്ട വിത്ത് പാകേണ്ടത്. അതായത് മേടമാസം കഴിഞ്ഞ്, അതായത് അശ്വതി ഞാറ്റുവേല തുടങ്ങിക്കഴിഞ്ഞാൽ അശ്വതി ഭരണി വിട്ടിട്ട് രോഹിണി ഞാറ്റുവേലയ്ക്കാണ് നമ്മൾ. അതെ, അശ്വതി ഭരണി കാർത്തിക 3 വിട്ട് കളയണം. രോഹിണി ഞാറ്റുവേലയ്ക്കാണ് നമ്മൾ പയറ്, വെണ്ട, തുവര അങ്ങനെയുള്ള വിത്തുകളൊക്കെ
പാകേണ്ടത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പാകി കഴിഞ്ഞാൽ നമ്മൾക്ക് ചെറിയ പൊടിമഴകൾ കിട്ടുകയും ചെയ്യും. ഇനി മഴയില്ലെങ്കിലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ സസ്യങ്ങളെ വളർത്തിയെടുക്കണം. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ വെള്ളം ഒഴിച്ച് നനച്ച് നമ്മൾ സസ്യങ്ങളെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ എത്ര വലിയ വേനൽ വന്നാലും അത് വാടിപ്പോവില്ല. കാരണം അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ്? നല്ല വെയിലത്ത് നമ്മൾ വെള്ളം ഒഴിച്ചാണ് അതിനെ വളർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നല്ല കരുത്തോടു കൂടി തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് ഈ വെണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെണ്ട മുളച്ചു. ആദ്യത്തെ പ്രാവശ്യം മണ്ണ് നമ്മൾ ആസ് യൂഷ്വൽ മണ്ണൊരുക്കുന്നത് പോലെ തന്നെ നമ്മൾ ഇതിന് മുമ്പ് പല പ്രാവശ്യം മണ്ണൊരുക്കുന്ന രീതി പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി പറയണമെങ്കിൽ പറയാം. അതെ, ചേർത്തിട്ട് നമ്മൾ മണ്ണിളക്കുക, 15 ദിവസം ഇട്ട് വയ്ക്കുക, പറഞ്ഞതുപോലെ തന്നെ ആ രീതിയിൽ തന്നെ നമ്മൾ മണ്ണൊരുക്കുക. എന്നിട്ട് ഇത് വെണ്ടയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പാടങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പാടവരമ്പത്തൂടി ഇട്ടാൽ മതി. അതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട്. അതല്ല അടുക്കളത്തോട്ടത്തിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ബോർഡറായിട്ട് നമുക്ക് വെണ്ട ചെയ്യാം. ഒരു 2.5 സെൻറ്റിൻ്റെ ബോർഡറിൽ ഒരു സൈഡിൽ നമുക്ക് വെണ്ട മാത്രമായിട്ട് നടാം. അപ്പോൾ ഒരു 10-15 വെണ്ട ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നും നമ്മൾക്കൊരു 1/2 കിലോ വെണ്ടയ്ക്കയിൽ കൂടുതൽ നമുക്ക് കിട്ടും. അതും ഇതുപോലത്തെ വെണ്ടയാണെന്നുണ്ടെങ്കിൽ 4 കായ് 5 കായ് വെച്ച് കഴിഞ്ഞാൽ 1/2 കിലോ വെണ്ടയ്ക്കാവും. അങ്ങനെയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെണ്ട ഇങ്ങനെ മുളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ പ്രൂൺ ചെയ്യരുത്. വഴുതനങ്ങയിൽ ചെയ്തതുപോലെ ഇതിൽ ചെയ്യരുത്. ഇതിൽ നമ്മൾ പ്രൂൺ ചെയ്യാതെ വെണ്ടയെ മാക്സിമം കൊഴുപ്പിച്ച് വളർത്തുക. ഇപ്പൊ നട്ട ഒരു വെണ്ട ഞാൻ എത്ര കാലം വളർത്തണം അങ്ങനെ പ്രൂൺ ചെയ്യാതെ നമ്മളൊരു ആദ്യത്തെ വിളവെടുപ്പ് തീരുന്നത് വരെ മാക്സിമം ഒരു 3 മാസം, 90 ദിവസം അല്ലെങ്കിൽ 100 ദിവസമൊക്കെ വെണ്ട കംപ്ലീറ്റ് അങ്ങ് കായ്ച്ചു കഴിയുമ്പോൾ നമ്മൾ ചോട്ടീന്ന് ഇതങ്ങ് വെട്ടിവിടണം, ചെരിച്ച് വെട്ടണം. അതെ അതെ, നമ്മുടെ വെണ്ടയുടെ ഒരടി ഹൈറ്റിൽ നിർത്തിയിട്ട്. ഇപ്പൊ ഇതിന് എത്രയാണ്? അതെ, ഇതിനിപ്പോ പോകും, കംപ്ലീറ്റ് പോയിക്കോട്ടെ. ഇതിന്റെ കംപ്ലീറ്റ് ഈ വെണ്ടയുടെ കംപ്ലീറ്റ് നമ്മൾ അങ്ങ് വെട്ടിവിടുക. ഇപ്പൊ ഇതിന്റെ ഒക്കെ ശിഖരത്തിന്റെ ഒരടി നീട്ടി വെച്ചിട്ട് അങ്ങ് വെട്ടിവിടണം. എല്ലാ ശിഖരങ്ങളും അങ്ങ് വെട്ടിവിടുക. എല്ലാ ശിഖരങ്ങളും അങ്ങ് വെട്ടിവിട്ടിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ജീവാമൃതം മുക്കി വിടുക. അതല്ലെന്നുണ്ടെങ്കിൽ പച്ചച്ചാണകം വെക്കുക. ഇനി അതും അല്ലെങ്കിൽ അതിന്റെ തലപ്പ് ഒന്ന് പ്ലാസ്റ്റിക് കവറിട്ട് കെട്ടി വെക്കുക. അങ്ങനെ വെച്ചതിന് ശേഷം അതിന്റെ അടിയിൽ നിന്ന് പുതിയ ബ്രാഞ്ചസ് വന്നു കഴിയുമ്പോൾ ആ പ്ലാസ്റ്റിക് കവർ അങ്ങ് അഴിച്ചു വിടാം നമുക്ക്. അപ്പോൾ വീണ്ടും അടുത്തൊരു കായ് നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടും. വീണ്ടും അതിന്റെ കായ് കഴിയുമ്പോൾ വേണം അടുത്ത പ്രൂണിങ്. ഉറപ്പാ വരും. അതെ, അത് തീർച്ചയായിട്ടും വരും. അത് വന്നതിന് ശേഷം വീണ്ടും അടുത്ത വിളവെടുപ്പ് നടത്തിയതിന് ശേഷം നമുക്ക് ഇതിൽ വീണ്ടും അതേപോലെ തന്നെ ചെയ്യാം. ഇതേപോലെ വെട്ടിവിടാം. 3 മാസത്തിന് ശേഷം ചെരിച്ച് വെട്ടിവിടുക. ഇതിന്റെ തണ്ടിന് ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണോ? അത് അത്രയും മെച്ചറാവാൻ വേണ്ടിയിട്ടാണോ? കരുത്ത് മാക്സിമം കൊഴുപ്പിച്ച് വളർത്തണം വെണ്ടയെ. എത്രത്തോളം ആർത്തലച്ച് വെണ്ട വളരാൻ പറ്റുമോ അത്രത്തോളം കൊഴുപ്പിച്ച് വളർത്തണം. അതിന്റെ രണ്ടിന്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. കാരണം പല ചെടികളുടെയും കൂടെ വെണ്ട നട്ടപ്പോൾ അത് ശോഷിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ വെണ്ടയെ ഒറ്റയ്ക്ക് നിർത്തിയപ്പം വെണ്ട നല്ലതുപോലെ വന്നിട്ടുണ്ട്. വെണ്ട നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണിളക്കമുള്ള നല്ല മണ്ണിലാണെന്നുണ്ടെങ്കിൽ വെണ്ട നല്ലതുപോലെ വരും. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇതല്ലാണ്ട് വേറെ വെണ്ട നല്ല രീതിയിൽ നിൽക്കുന്നതും ശോഷിച്ച് നിൽക്കുന്ന വെണ്ടയും രണ്ടും ഉണ്ട്. ശ്രദ്ധിക്കാത്ത വെണ്ടയും ശ്രദ്ധിച്ച് നല്ല രീതിയിൽ നിൽക്കുന്ന വെണ്ടയും രണ്ടും കാണിച്ചു തരാം. അതെ, അതിൽ നിന്ന് നമുക്കിപ്പം വിളവെടുപ്പ് നടത്തുകയും ചെയ്യാം. അതുപോലെ ഈ വെണ്ടയുടെ ചോട്ടിൽ കൂടെ ഓരോ പയർ വിത്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾക്ക് പയറും വെണ്ടയ്ക്കയും ഒപ്പം പറിച്ചെടുക്കാം. ഇങ്ങനെ ഒരു 10 വെണ്ടയും 10 പയറും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ 365 ദിവസം എന്നുള്ള സിസ്റ്റം പച്ചക്കറി നമുക്ക് വീട്ടിൽ കിട്ടും, വാങ്ങിക്കണ്ട. ഇതുപോലെ ഒരു 4 വഴുതന, ഒരു 4 വെണ്ട, 4 പയറ്, കുറച്ച് ചീര, കുറച്ച് കൊത്തമര, അതുപോലെ കുറച്ച് നിത്യവഴുതന, പിന്നെ അതല്ലാണ്ട് മറ്റേ നമ്മളുടെ ബസല്ല ചീര, ഒരു 2 ചേന, ചേമ്പ്, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നും നമ്മൾക്ക് പച്ചക്കറികൾ ഉണ്ടാവും. കൂടെ 2 മുരിങ്ങ, 2 കറിവേപ്പ്, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെ, വളം രീതി അതേ തന്നെയാണ്. പ്രൂണിങ് സിസ്റ്റം മാത്രമേ വെണ്ടയും വഴുതനയും തമ്മിൽ വ്യത്യാസമുള്ളൂ. ചേച്ചി, ഇവിടെയാണോ നമ്മൾ വെണ്ട വെച്ചിരിക്കുന്നത്? വെണ്ട നമ്മൾ 1, 2, 3 വരമ്പത്ത് വെണ്ട ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനം വെണ്ടയാണ്. കാരണം എന്തായാലും സാമ്പാർ അല്ലെങ്കിൽ ഒരു വെണ്ടയ്ക്ക കറി എന്തിനും വെണ്ടയ്ക്ക നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരു വരമ്പ് ഫുള്ളും നമ്മൾ വെണ്ടയാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ വെച്ചിരിക്കുന്നത് ആനക്കൊമ്പൻ വെണ്ടയാണ്. എനിക്ക് അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ആനക്കൊമ്പൻ വെണ്ട വെച്ചിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ ആനക്കൊമ്പൻ വെണ്ട ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൽ കായ് പിടുത്തം കുറവാണ്, വളരെ കുറച്ച്. അങ്ങനെയാണെങ്കിൽ ചെയ്യാനായിട്ട് നല്ലത് ഏതാണ്?
നമ്മുടെ സാധാരണ ഗ്രീൻ വെണ്ടയുണ്ടല്ലോ, പച്ചവെണ്ട, അത് തന്നെയാണ് വ്യാവസായിക അടിസ്ഥാനത്തില്. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പച്ചവെണ്ട നമ്മൾ സാധാ വെണ്ട ഈ നല്ല ഹൈറ്റ് ഒന്നും വരാറില്ല, ഇതിനെ നമുക്ക് ഇതേപോലെ പ്രൂൺ ചെയ്ത് നിർത്താം. ആ വെണ്ടയെ നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്താൻ പറ്റും. ഇതിൽ ഏറ്റവും പ്രധാനം, ഞാനിപ്പോൾ ഇത് കത്രികയും കൊണ്ട് വന്നതിൻ്റെ കാരണം, ഇതിൽ വരുന്ന ഒരു പ്രധാന വിഷയം ഈ ഇലച്ചുരുട്ടി പുഴു അല്ലെങ്കിൽ ഈ പുഴുക്കേടാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇലയെ നമ്മളങ്ങ് മുറിച്ച് ദൂരെ കളയുക തന്നെ വേണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതുപോലെ തന്നെ ഇതാ ഈ ഇല ചുരുട്ടിയിട്ട് ഈ ഇല ചുരുട്ടി പുഴു ഇതിൻ്റെ ഉള്ളിൽ പുഴു ഉണ്ടാകും. ഇതാ കണ്ട ഇവർക്ക്. ഇതിൻ്റെ ഉള്ളല്ലേ ഇല ചുരുട്ടി പുഴു. ഇത് പുഴുവിൻ്റെ മുട്ടയാണ്. അപ്പം ഇത് മുട്ടയിട്ട് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാ ഇത് കണ്ട, ഇതാണ്, ഇത് പുഴുവിൻ്റെ ഇല ചുരുട്ടി പുഴുവിൻ്റെ മുട്ടയാണ്. ഇതിനകത്തിരുന്ന് ഇത് വിരിഞ്ഞ് വീണ്ടും ഇതെല്ലാം ആക്രമിക്കും. അപ്പോൾ ഈ വന്നിരുന്ന ഇരിപ്പിലാണ് ഇതൊക്കെ തിന്നുപോയിരിക്കുന്നത്. ഇത് കണ്ടോ. അപ്പോൾ ഈ വെണ്ടയുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ ആനക്കൊമ്പൻ വെണ്ടയിൽ വരുന്നൊരു പ്രധാന വിഷയമാണ് ഇലചുരുട്ടി പുഴുവും. ഇതുപോലെ നമുക്ക് മറ്റേതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറവാണെന്ന് മാത്രമല്ല, ഇതിൽ നമ്മൾക്ക് 2-3 വെണ്ടയ്ക്ക കിട്ടുമ്പോൾ അതിൽ നിന്നൊരു 10 വെണ്ടയ്ക്ക കിട്ടും. പക്ഷെ വേറൊരു കാര്യം, അതിലെ 10 വെണ്ടയ്ക്ക കിട്ടുന്നതും ഇതിലെ 3 വെണ്ടയ്ക്ക കിട്ടുന്നതും ഒരുപോലെയാണ്. കാരണം ഇത് കണ്ടോ, ഈ വെണ്ടയ്ക്ക മൂത്തിട്ടില്ല. ഞാനിപ്പോൾ ഇത് പറിച്ച് കാണിച്ചു തരാം. ഇതിലും വലിയ വെണ്ടയ്ക്ക വീട്ടിൽ നിന്ന് ഇരിപ്പുണ്ട്, അത് ഞാൻ എടുത്തു തരാം. നമ്മളിപ്പോൾ ഈ മറ്റേ ഗ്രീൻ വെണ്ട ഉണ്ടല്ലോ, നമ്മൾ പച്ചവെണ്ട, അത് ചെയ്യുകയാണ് ഇത്തിരി നല്ലതെന്ന് ചേച്ചി പറഞ്ഞു. അപ്പോൾ ശരിക്കും അതിൽ വിലയിൽ വലിയ വ്യത്യാസമുണ്ടോ, ഇത് ഈ ആനക്കൊമ്പനും ഇതും ഒക്കെ തമ്മിൽ? ഉണ്ട്, വില വ്യത്യാസമുണ്ട്. കാരണം ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്നൊരു അട്രാക്റ്റീവാണ്. ഇതൊരു മോഹത്തിന് വേണ്ടി നമ്മൾ നട്ടു വളർത്തുന്ന ഒരു സാധനമാണ്. ഒരുപാട് ആൾക്കാർ നമ്മളോട് ആനക്കൊമ്പൻ വെണ്ട വിത്തിന് വേണ്ടി നിർത്തണം, ഞങ്ങൾക്ക് വിത്ത് വേണമെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ ഒരു കമ്പനിക്കാരും ആനക്കൊമ്പൻ വെണ്ടയുടെ ബ്രീഡ് വിത്ത് ഇറക്കിയിട്ടില്ല. അതിൻ്റെ കാരണം ഇതാണ്. കാരണം ഈ വെണ്ടയ്ക്കയ്ക്ക് എണ്ണം കുറവാണ്. മറ്റ് വെണ്ട 10 കിട്ടുന്നിടത്ത് ഇതൊരു 3 കിട്ടുള്ളൂ. പക്ഷെ ആ വെണ്ടയ്ക്ക 10 കിട്ടുന്നതിനേക്കാളും ഇത് 3 കിട്ടുന്നതും സംഭവം ഈക്വലാണ്. എന്നാൽ വിലയിൽ ഇത് കാണുമ്പോൾ നമുക്കൊരു 40 രൂപ 50 രൂപ വെണ്ടയ്ക്ക, ആ വെണ്ടയ്ക്കയ്ക്ക് വിലയില്ലെങ്കിലും ഈ വെണ്ടയ്ക്കയ്ക്ക് നമുക്കൊരു 40 രൂപ 50 രൂപ കിട്ടും. പക്ഷെ ആ വെണ്ട നമുക്ക് 20 രൂപ 30 രൂപ കൂടുതൽ ആ വെണ്ടയ്ക്ക് കിട്ടാറില്ല. അപ്പോൾ അങ്ങനെയും കൂടി ഒരു കാര്യം ഇതിലുണ്ട്. അപ്പം എന്തായാലും ഒരു വെണ്ടയ്ക്കയും കൂടി ഇതിൽ മൂക്കാത്ത വെണ്ടയ്ക്കുണ്ട്, നമുക്കിതും കൂടി പറിച്ചെടുക്കാം. ഇതെല്ലാം ചേച്ചി പിന്നെ പ്രൂൺ ചെയ്യാൻ നിർത്തിയിരിക്കുക തന്നെയാണ്. അതെ, പ്രൂൺ ചെയ്യാൻ നിർത്തിയിരിക്കുന്നത്. ഇത് പ്രൂൺ ചെയ്യും. ഇതിനകത്ത് അങ്ങനെ ഞാൻ എണ്ണിയിട്ടില്ല, ഏകദേശം 10-100 തൈകൾ കൂടുതലുണ്ട് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് പുറമേന്ന് പച്ചക്കറി വാങ്ങേണ്ട ആവശ്യമേ വരുന്നില്ല? ഇല്ല, ഞാൻ ഒരു പച്ചക്കറിയും പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. ഇവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മുരിങ്ങ, കറിവേപ്പ്, അങ്ങനെ എല്ലാം ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. കൂർക്കയുണ്ട്, ചേന, ചേമ്പ്, കാച്ചിൽ, അങ്ങനെ പടവലം, പീച്ചിങ്ങ, അതുപോലെ പാവയ്ക്ക, അങ്ങനെ ചുവപ്പ് ചീര, പച്ചച്ചീര, തഴുതാമ, അങ്ങനെയുള്ള എല്ലാ സംഗതികളും, ചെറുപയറടക്കം നമ്മൾ കൃഷി ചെയ്തെടുക്കുന്നുണ്ട്. ഉഴുന്ന്, ചെറുപയർ, അതുപോലെ തന്നെ തുവര. സാധാരണ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സാമ്പാർ പരിപ്പിലിടുന്ന പരിപ്പിൻ്റെ ചെടി എന്ന് പറയുമ്പോഴത്തേക്കും പലരും ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു ചെടിയുണ്ടോ, ഇതിൽ നിന്നാണോ പരിപ്പ് കിട്ടുന്നത് എന്ന് വരെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്, വരാറുണ്ട്. അപ്പോൾ അത് അറിയാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കിവിടെ അത്യാവശ്യം നമ്മൾ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും, ഇപ്പം ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ അത്യാവശ്യം ഇതിനകത്ത് 2 ഏക്കർ ഭൂമിയുണ്ട്. അതുകൊണ്ട് ഞാനിതിൽ മാക്സിമം എനിക്ക് കിട്ടാനുള്ള ഒരു തരി മണ്ണ് പോലും വെറുതെ ഇടാണ്ട്, ഇപ്പോൾ ഇതെല്ലാം ഈ വെണ്ട നട്ടിരിക്കുന്ന മുഴുവൻ വരമ്പത്തൂടിയാണ്, നമുക്ക് നോക്കിയാൽ കാണാം. ഈ പറമ്പിൽ മുഴുവൻ ഞാൻ ചെറുപയർ കൃഷി ചെയ്തിരുന്നതാണ്. ഇതിനകത്ത് ഇപ്പോഴും ചെറുപയർ നിൽപ്പുണ്ടാവും, ഞാൻ പറിച്ച് കാണിച്ചു തരാം. ചെറുപയർ വിളവെടുത്തു, ഏകദേശം ഒരു 25-30 കിലോയിൽ കൂടുതൽ എനിക്ക് ചെറുപയർ കിട്ടി. ഈ മഴ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ബാക്കിയുള്ള ചെറുപയർ ഉണക്കാൻ പറ്റാണ്ട് നമ്മൾ തൊഴുത്തിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ്. എന്നാലും അവിടെ അത്യാവശ്യം കാറ്റ് കിട്ടുന്നുണ്ട്, അത് ഉണങ്ങുന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അപ്പോൾ ബാക്കി നമ്മൾ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പീച്ചിങ്ങ, പടവലങ്ങ എല്ലാം വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വെള്ളരി, തക്കാളിയൊക്കെ നല്ലതുപോലെ കായ്ച്ചു നിൽപ്പുണ്ട്. ഇപ്പോൾ തക്കാളി കിലോ നമുക്ക് 50 രൂപ റേറ്റ് ഉണ്ട്, 50 രൂപ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1800 രൂപയുടെ തക്കാളി നമ്മൾ ഒറ്റ ദിവസം വിറ്റു. അപ്പോൾ അങ്ങനെ നമുക്ക് അത്യാവശ്യം തക്കാളി വിൽക്കാനുള്ളതും കിട്ടുന്നുണ്ട്, നമ്മുടെ വീട്ടാവശ്യത്തിനും കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, നല്ല രീതിയിൽ. അതായത് പ്രൂൺ ചെയ്ത് നിർത്തുന്ന വെണ്ടയും വഴുതനയും നല്ല രീതിയിൽ ഒരു 3 വർഷം, വെണ്ട ഒരു 3 വർഷവും വഴുതന ഒരു 5 വർഷവും ഒക്കെ നമുക്ക് നിർത്തി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ നമ്മുടെ ഈ വെണ്ട പ്രൂൺ ചെയ്യുന്നത് കണ്ടല്ലോ, നമുക്ക് എത്ര സിമ്പിളാണെന്ന് നോക്കൂ. ഒരു 3 വർഷത്തോളം നമുക്കൊരു മദർ പ്ലാന്റിൽ നിന്ന് നമുക്ക് 3 വർഷത്തോളം തുടർച്ചയായിട്ട് വിളവ് ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ശശികല ചേച്ചി ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതെല്ലാവരും അവനവൻ്റെ വീട്ടിൽ പ്രാവർത്തികമാക്കണം. ഇതുപോലെയുള്ള ഒരുപാട് രസകരമായ കാര്യങ്ങൾ നമ്മുടെ ഈ കാർഷിക മേഖലയിൽ നമ്മൾ അറിയാതെ കിടക്കുന്നുണ്ട്.
ചില ആളുകൾക്ക് അറിയാമെങ്കിലും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതുവരെ തന്ന സപ്പോർട്ടോട് കൂടി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക, നമ്മുടെ ഓർഗാനിക് കേരളത്തിൻ്റെ കൂടെ ഉണ്ടാവുക, നമ്മുടെ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. കാരണം നമ്മളൊക്കെ ഇപ്പോൾ ഈ അടുക്കളത്തോട്ടങ്ങളും സംഭവങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമായ രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് ഇതിന് കമൻ്റായിട്ട് നൽകുക. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ തന്നെയാണ് നമ്മൾ ഇത്രയും കാലം മുൻപോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ